എന്നെക്കുറിച്ച് രണ്ട് വാക്ക് പറയട്ടെ. ഞാൻ ആക്ച്വലി ഇൻട്രോവേർട്ടും അല്ല എക്സ്ട്രോവേർട്ടും അല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു സീറ്റ് വെച്ച് എന്നെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ ഹാപ്പി ആയിട്ട് ഞാൻ അവിടെ ഇരുന്നോളും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. വിശ്വസിക്കുന്നതല്ല, ചിലപ്പോൾ അത് അങ്ങനെ ആയി പോയതായിരിക്കും. എനിവേ, ഇന്നത്തെ കാര്യം അതൊന്നല്ല. ഞാൻ എന്നിട്ട് സോളോ ട്രിപ്പ് പോയി. അതും ഫോട്ടോ ഉച്ചയ്ക്കാണ് പോയി കേട്ടോ. ഫോട്ടോ ഉച്ച പോയപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, അവിടെ ഫ്രണ്ട്സ് കപ്പിൾസ് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോഴല്ലേ ഒരു വൈബ് ഉണ്ടാവുക. ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ പോയിട്ട് എന്തോ ചെയ്യാനാണെന്ന് വിചാരിച്ചു. പക്ഷേ ഒറ്റയ്ക്ക് പോയാൽ നമുക്ക് നമ്മൾ ഒരുപാട് ഹാപ്പി ആക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഇന്ന് പഠിച്ചു. എന്താ സംഭവം? അതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടിരുന്നു. ഒരു വാട്ടർ മെട്രോ ക്യാപ്റ്റൻ വീഡിയോ ഇട്ടതാണ് കേട്ടോ. അവരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടത്. അപ്പോൾ അതിൽ അവരൊരു സംഭവം കാണിച്ചിരുന്നു. ഞാൻ ലൈഫിൽ എപ്പോഴേലും കാണുമെന്ന് വിചാരിച്ചൊരു കാര്യമാണത്. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ അതെന്താ കാര്യം എന്ന് അറിയണോ? വെയിറ്റ്. കണ്ടാ ഡോൾഫിൻ. എനിക്ക് ഈ ഒരു സമയമുണ്ടല്ലോ, എൻ്റെ ചുറ്റും ആരുമില്ലാത്തതുകൊണ്ട് എനിക്ക് ആരോടും എനിക്ക് ഈ കാര്യമൊന്നും പറഞ്ഞ് സന്തോഷിക്കാൻ പറ്റിയില്ല. പക്ഷെ അപ്പോഴാണ് ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്തത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓതേഴ്സ് ഐ ഫൗണ്ട് മൈ ഓൺ സ്പേസ് ടു ഫീൽ ഹാപ്പി ആൻഡ് റെസ്പെക്ട് മൈ സെൽഫ്. സത്യമല്ലേ? നമ്മുടെ ചുറ്റും ആരും ഇല്ലാത്തപ്പോൾ നമ്മളെ എത്രത്തോളം ഹാപ്പി ആക്കുന്നത്. ഈ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ മാത്രമായിട്ട് എത്രത്തോളം സന്തോഷമാവും.